സാധാരണഗതിയിൽ ഒരു ദിനപത്രത്തിൻ്റെ ആയുസ് 24 മണിക്കൂറാണ്. ഈ വാർത്തയ്ക്കും ഈ മാജിക്കിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാജിക്കിനും, വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിനപത്രത്തിനും വലിയ ഭാവിയില്ല. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഈ ചൂടാറിയ വാർത്തകളെ സംരക്ഷിക്കുകയാണ് മാന്നാർ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ. ഈ ചൂടുള്ള വാർത്തകൾ പോലെ തന്നെ ചൂടാറി തണുത്തുറഞ്ഞ വാർത്തകൾക്കും ഒരു പ്രത്യേക രുചിയുണ്ട്. നമുക്ക് കണ്ടു നോക്കാം ആ ചൂടാറിയ വാർത്തകളുടെ ഒരു ലോകം. പുസ്തകങ്ങളിലും പത്രങ്ങളിലുമുള്ളത് ഒരേ അക്ഷരങ്ങൾ തന്നെയാണെങ്കിലും വായനക്കാർ രണ്ടിനോടും രണ്ട് മനോഭാവമാണ് പുലർത്തുന്നത്. വായിച്ചു കഴിഞ്ഞാൽ ദിനപത്രത്തിൻ്റെ വിധി ഒരു കടലാസും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് മണ്ണടിയുക എന്നതാണ്. അവിടെയാണ് മാന്നാർ കുട്ടമ്പേരൂർ പങ്കജത്തിൽ ജി ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണി പങ്കജം വ്യത്യസ്തനാകുന്നത്. മലയാള ദിനപത്രങ്ങളിലെ പ്രധാന വാർത്താശേഖരങ്ങൾ 3.5 പതിറ്റാണ്ടായി കാത്തുസൂക്ഷിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ. പ്രാദേശിക തലം മുതൽ അന്തർദേശീയ തലം വരെയുള്ള പ്രധാന വാർത്തകളുടെ 5000-ലധികം പേജുകളാണ് മാന്നാർ കുട്ടമ്പേരൂർ 611 നമ്പർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയായ ജി ഉണ്ണികൃഷ്ണൻ കാത്തുസൂക്ഷിക്കുന്നത്. 1987 ശേഖരണം ആരംഭിച്ചെന്ന് പറയാം. അതായത് SSC ആ സമയം തുടങ്ങിയപ്പോൾ തൊട്ട് 87 ആയപ്പോഴേ ശേഖരണത്തിൻ്റെ ആരംഭം. അതിന് പറ്റിയ പര്യാപ്തമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വലിയച്ഛൻ കാക്കാരശ്ശി നാടകത്തിലെ നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒത്തിരിയേറെ കമ്പരാമായണം ഉൾപ്പെടെയുള്ള ഒത്തിരിയേറെ പുസ്തകങ്ങൾ ശേഖരണം. അപ്പോൾ വായനയുടെ ഒരു ലോകത്ത് തന്നെയായിരുന്നു ഞാൻ വളർന്നത്. ഈ പത്രവാർത്തകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാലം മുന്നിൽ വന്നു നിൽക്കും. ഭരണമാറ്റങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ, രാഷ്ട്രത്തലവന്മാരുടെ സ്ഥാനാരോഹണങ്ങൾ, തീവ്രവാദ അക്രമങ്ങൾ, നിലപാട് മാറ്റങ്ങൾ, അപകടങ്ങൾ തുടങ്ങി കഴിഞ്ഞ 35 വർഷങ്ങളിൽ അലയൊലി തീർത്ത നിരവധി സംഭവങ്ങൾ. ഇന്റർനെറ്റോ AI സംവിധാനങ്ങളോ പകർന്നു തരാത്ത അനവധി വിവരങ്ങൾ. തൃശ്ശൂർ നടന്ന ഒരു ആനയുടെ ഒരു അപകടവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അലഞ്ഞു. അതെനിക്ക് കിട്ടിയത് പൊന്നുകുട്ടൻ ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന സനൽകുമാർ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആ പത്രം ഞാൻ കളക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. ഇത് എടുക്കുമ്പോൾ ഉണ്ണി വന്ന് കയറി എടുത്തു എന്ന് പറയും. പിന്നെ സുനാമിയുടെ ഒരു വാർത്ത, ഏറ്റവും അതിഗംഭീരമായ വാർത്തയാണ്. എൻ്റെ എല്ലാ കവറേജുകളും ആ മണ്ണിൽ പൂഞ്ചി കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കൈ വെളിയിലോട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന, എല്ലാ തരത്തിലും നമ്മളെ എന്നും നൊമ്പരത്തിൻ്റെ കാഴ്ചകൾ മാത്രം വരുന്നത്. അതൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വൈപ്പിൻ ദുരന്തം, ചാരായ ദുരന്തം, അവിടെയൊക്കെ മരിച്ചു വീണവരുടെ ബന്ധുക്കളുടെ ഒരു ഹൃദയഭേദകമായ കരച്ചിലുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഏത് പത്രമാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ടൊരു 10-12 വയസ്സുള്ള പെൺകുട്ടി നിന്ന് കരയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കണ്ണിലെ കണ്ണീരിൻ്റെ ഒരു മഹാസമുദ്രമായിരുന്നു. ഇന്നും ഹൃദയത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ചിത്രമാണത്. അതുപോലെ തന്നെ ലോക സംഭവങ്ങൾ, സദ്ദാം ഹുസൈൻ്റെ മരണം, വീരപ്പൻ്റെ മരണം, നമ്മുടെ ഹാസ്യ സമ്രാട്ടായിരുന്ന ബഹദൂർഖായുടെ മരണം. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന പ്രാധാന്യമുള്ള വാർത്തകളുടെ ശേഖരം ഉണ്ണിയുടെ പക്കലുണ്ട്. പ്രമുഖരുടെ സ്മരണാഞ്ജലികൾ, ദുരന്തങ്ങൾ, ചരിത്രം സൃഷ്ടിച്ചവർ, യുദ്ധങ്ങളുടെ ചരിത്രം. വിവിധ പത്രങ്ങളുടെ ഞായറാഴ്ച പതിപ്പുകളുടെ സംഗ്രഹം. ഇതൊക്കെ ഇനം തിരിച്ചെഴുതിയ പുറഞ്ചട്ടകളോടെ വാർത്തകൾ തരംതിരിച്ച് 25ഓളം ബുക്കുകളാക്കി ദിനപത്രത്തിൻ്റെ തന്നെ വലിപ്പത്തിലാണ് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. അവിയൽ പരുവത്തിലാക്കാതെ ഓരോന്നിനും ഓരോ തലക്കെട്ടിട്ട് ഓരോ കാറ്റഗറി പെടുത്തി സൂക്ഷിച്ചു വെക്കാൻ പറയും. അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ അതിനൊക്കെ ഓരോ പേരുകൾ വിട്ട് സുന്ദരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു, ഇത് ഭാവി തലമുറയ്ക്ക് ഏറ്റവും ഗുണകരമായി തീരുമെന്ന്. ഗവേഷക വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷകർക്കും സഹായകരമായ രീതിയിൽ വളരെ അടുക്കും ചിട്ടയോടെയുമാണ് ഈ വിജ്ഞാന ശേഖരത്തിൻ്റെ ക്രമീകരണം. ഇവയിൽ പലതും മാന്നാറിലെ വായനശാലകൾക്കും TTCക്കും സംഭാവനയായി നൽകിയിട്ടുണ്ട്.
ഔട്ട്സൈഡ് ഒരാൾക്കാർ കാണിക്കുന്ന ഈ മലപ്പുറത്തു നിന്നൊക്കെ മാന്നാർ TT പഠിക്കാൻ വന്ന കുട്ടികൾക്കാണ്. അവരത് വലിയ കണ്ടപ്പോൾ തന്നെ വലിയ എക്സൈറ്റഡായിപ്പോയി. അവരിത് ഇത്രയും ഈ എഫേർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കാണ് ആദ്യമായിട്ട് ഞാനിതിൽ അവർ 2-3 പെൺകുട്ടികൾക്ക് ഈ ബുക്സുകൾ കൊടുക്കുന്നത്. സയൻസുമായിട്ട് ബന്ധപ്പെട്ടത്, ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഈ സാധനങ്ങളാണ് അവർ കൂടുതലെടുത്ത്. ഈ സാധനമായിട്ട് ഇവർ മാന്നാർ TT ചെന്നപ്പോഴാണ് അവിടുത്തെ അധ്യാപകർ എന്നെ വിളിച്ച് ചോദിക്കുന്നത്. അങ്ങനെ അവർക്കും കൊടുത്തു. ഞാനൊരു 3-4 കൊടുത്തു. പിന്നെ നാഷണൽ ഗ്രന്ഥശാല, ഇപ്പം മാന്നാർ TTയിലെ സിന്ധു ടീച്ചർ, അവരൊക്കെ അത് സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല ഒരു എഫർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട വലിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ UITQ ഒക്കെ കൊടുത്ത് അവരിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഞാൻ കൊടുത്തത്. വായന പക്ഷാചാരണവുമായി ബന്ധപ്പെട്ട് മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ വിദ്യാർത്ഥികൾക്കായി ഇവയുടെ പ്രദർശനം ഒരുക്കിയിരുന്നു. അമ്മയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണന് ഇത്തരത്തിൽ പ്രത്യേകതയുള്ള ഒരു ശേഖരണശീലം പകർന്നു കിട്ടിയത്. പഴയത് ഒന്നും കളയാതെ സൂക്ഷിച്ചിരുന്ന അമ്മയുടെ അതേ സ്വഭാവത്തെ ഉണ്ണിയും സ്വാംശീകരിക്കുകയായിരുന്നു. അമ്മയുടെ പക്കലുണ്ടായിരുന്ന പഴയ പല രേഖകളും ഉണ്ണി ഇപ്പോഴും സൂക്ഷിക്കുന്നു. എൻ്റെ ഏക സഹോദരിയാണ്. ആ സഹോദരിയുടെ വിവാഹം നടക്കുന്നത് 74-ലാണ്. സംഭാവന നൽകിയവരുടെ ഒരു ലിസ്റ്റ് അച്ഛൻ്റെ കൈപ്പടയിൽ എഴുതിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ദേഹണ്ണക്കാർ കുറിച്ച് തന്ന പലചരക്കിൻ്റെയും പച്ചക്കറിയുടെയും ഒക്കെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 30 വർഷം മുമ്പ് ഒരു 25 വർഷം മുമ്പ് അത് എൻ്റെ കയ്യിൽ വന്ന് വീണതാണ്. എൻ്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അതെന്നിലൊരു വലിയൊരു സ്പാർക്കാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്നുമാണ് ഇത്തരത്തിലേക്കുള്ള ഒരു ഈടുവെപ്പ്, ഒരു കരുതലിനെ കുറിച്ചൊരു ബോധ്യം എന്നിലുണ്ടാകുന്നത്. ആ സ്പാർക്കിൽ നിന്നാണ് ഞാൻ ഈ പത്രത്തിൻ്റെയും ഈ മാസികകളുടെയൊക്കെ ഒരു കളക്ഷനിലോട്ട് പോയി. ഞാൻ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്ന എഴുത്തോല എൻ്റെ അമ്മ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴും അത് നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ആ അമ്മയുടെ ആ കരുതലും കാത്തുവെപ്പും അതാണ് എന്നെ യഥാർത്ഥത്തിൽ ഇതിലേക്ക് തിരിച്ചുവിട്ടത്. പഴയ വാർത്തകളിൽ നിന്ന് പുതിയ അറിവുകളിലേക്കുള്ള ഉറവകൾ കണ്ടെത്തുകയും അത് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം വിനിയോഗിക്കുകയുമാണ് ഉണ്ണി. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ വിദ്യാർത്ഥികൾക്കായി തൻ്റെ അമൂല്യ നിധി നൽകിയതും ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്. അറിവുകൾ തലമുറകൾ കൈമാറി നൽകേണ്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് ഉണ്ണികൃഷ്ണനെ നയിക്കുന്നത്. പല പേപ്പറുകളും തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന സാധനമാണ്. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാരൊക്കെ കൈക്കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഈ പേപ്പറുകൾ ഓരോന്നും സൂക്ഷിച്ച്. ചില പശയ്ക്കകത്ത് മുക്കണ്ടിയായിട്ട് വരും, അതൊക്കെ മുക്കി തേച്ച് സുന്ദര കുട്ടപ്പനാക്കിയാണ് ഇതെല്ലാം വെച്ച്. ഇതിൻ്റെ പിന്നിൽ വളരെ ഒരു എഫേർട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എഫേർട്ട്. എന്നോടൊപ്പം നിന്ന് എൻ്റെ മകനെ, എൻ്റെ ഭാര്യ, ഇവരൊക്കെ എൻ്റെ പിന്നിൽ. നീണ്ട 35 വർഷങ്ങളുടെ ശ്രമഫലമായി ഉണ്ണി നേടിയെടുത്ത അറിവിൻ്റെ ലോകത്തേക്കുള്ള അമൂല്യമായ പത്രശേഖരണത്തിന് പിന്നിലും നിശ്ചയദാർഢ്യത്തിൻ്റെയും ക്ഷമയുടെയും അന്വേഷണങ്ങളുടെയും കഥ കൂടിയുണ്ട്. എത്രയോ പത്രവിതരണക്കാരുടെ വീട്ടിൽ കെട്ടിക്കിടക്കുന്ന പേപ്പറുകൾ ഞാൻ പോയി എത്രയോ ദിവസങ്ങളോളം ഇരുന്ന് തിരഞ്ഞിട്ടുണ്ട്. പലയിടത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കപ്പലണ്ടിപ്പൊതി കിട്ടിയാൽ പോലും ഞാനത് സൂക്ഷിച്ച് നോക്കിയിട്ടേ ആ കപ്പലണ്ടി കഴിക്കത്തുള്ളായിരുന്നു. ഇന്ന് സമൂഹത്തിന് ഗുണകരമായി എന്ന് പറയുന്നതിൽ എന്നേക്കാളും ഉപരി എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ പരാശക്തിയും സന്തോഷിക്കുന്നുണ്ടാവാം. ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു കണിക എനിക്ക് കിട്ടിയാൽ ഞാനും ധന്യനായി. കുട്ടമ്പേരൂർ ശബരി കാറ്ററിംഗ് നടത്തുന്ന ഭാര്യ രാധാമണിയും നേവൽ ആർക്കിടെക്ചർ വിദ്യാർത്ഥിയായ ഏകമകൻ ശബരിനാഥും ഉണ്ണികൃഷ്ണന് സഹായങ്ങളുമായി ഒപ്പമുണ്ട്. അങ്ങനെ വാർത്തകൾ ഉണ്ണികൃഷ്ണനൊപ്പം മരിക്കാതെ സഞ്ചരിക്കുകയാണ്.